ഈ ഒരു 7, 7.5 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങനെയും വെറുതെ ഇരുന്ന് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫുള്ള് ബിസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുന്ന ഒരു സമയങ്ങളായിരുന്നു. ഇപ്പോൾ ശരിക്കും പെട്ട പോലെയാണ്. ഞാനും പാറും മാത്രമായി. ഒരു സാധനം കാണിച്ചു തരണോ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടുന്ന് തുറന്ന് വന്നാൽ കണ്ടു, ആരുമില്ല. ഇവിടെയൊക്കെ ശൂന്യമായി ശൂന്യമായി ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് വന്നാലോ? കണ്ടോ, അവിടെ ഇവിടെ എല്ലാം ഒഴിഞ്ഞു. ഒരുവിധം എല്ലാവരും ഇന്ന് ഡിസ്ചാർജ് ആയി. ഞാനും പറഞ്ഞു മാത്രം ഏകാന്തതയുടെ ആകെ കൂട്ടിനുള്ളത് ഒരു ബുക്കാണ് കേട്ടോ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. ഒരു യജ്ഞം എന്ന് പറയുന്ന ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ വായിച്ച് തീർത്തിന്ന് കൊടുത്തയച്ച് വേറെ ബുക്ക്. ഇപ്പോൾ ഒരു 3 വർഷത്തിൻ്റെ ഇങ്ങോട്ടേക്കായിട്ട് ഞാൻ കിട്ടുന്ന സമയം കണ്ട് കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന മുതൽ തുടങ്ങിയ ആ സമയത്ത് തുടങ്ങിയതാണ്. അതപ്പോൾ സമയം ഇല്ലെങ്കിലും ഞാൻ ഇത്തിരി സമയം കണ്ടെത്തി ചെറിയ ബുക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പണ്ട് ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞപ്പോൾ ഇപ്പോൾ വായിക്കാൻ സമയം കിട്ടാത്തപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് എത്ര സമയം വെറുതെ വേസ്റ്റാക്കി. അതിന് എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടി വായിച്ച് തീർക്കാനുള്ള അവസരമായിട്ട് സമയം കൊണ്ട് പോകുന്നില്ല. പറൂന്ന് ട്യൂബ് കൂടിയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ പരിപാടി വേഗം കഴിയും. പിന്നെ അവൾക്ക് വായിലൂടെ കുറച്ച് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതന്നെ അവൾ കഴിക്കാൻ കൂട്ടുവെക്കുന്നില്ല. അപ്പോൾ പിന്നെ ട്യൂബ് കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ തെറാപ്പി ഒന്നും ചെയ്യാനില്ല. വിഷ്ണു ഭൗമിയില്ല, അവരെ കാര്യമൊന്നും ചെയ്യാനില്ല, വീട്ടിലത്തെ കാര്യമൊന്നും ചെയ്യാനില്ല. ഞാനും പറയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കുറേ നേരം കിടക്കും, കുറേ നേരം വായിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ കഴിച്ച് കൂട്ടുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയാൽ മതി എന്നായിട്ടുണ്ട്. വീട്ടിലുള്ളപ്പോൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഇപ്പം എനിക്ക് വെറുതെ ഇരിക്കണ്ട, ഇരുന്ന് മടുത്തു.